ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. Shreyas Bags is ready to welcome the new academic year with new trending bags, excellent after-sale service and warranty when buying bags. Shreyas Bags, Chungattara, New Bus Stand, Edakara. നിലമ്പൂരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വോട്ട് കച്ചവടം നടക്കുന്നുവെന്ന് PV അൻവർ. പണമിറക്കി വോട്ട് വാങ്ങാൻ ശ്രമിച്ചാൽ തടയുമെന്നും PV അൻവർ പറഞ്ഞു. അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വ്യാപകമായ വോട്ട് കച്ചവടം ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ചില മന്ത്രിമാരും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുമാണ്. അതിന്റെ ഒരു കൃത്യമായ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് പള്ളിക്കുത്ത് വരെ പോയാൽ മതി. പള്ളിക്കുത്ത് ഒരു പെന്തക്കോസ് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ വീട്ടില് ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയൊക്കെ ഭക്ഷണത്തിന് ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. 2 മന്ത്രിമാരാണ് അതിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ക്രൈസ്തവ മേഖലയിൽ ഈ കുടിയേറ്റ കർഷകർക്കുണ്ടായ വിഷയങ്ങളാണ് ഞാൻ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം. ആ വിഷയം കൃത്യമായും അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഈ വിഷയത്തിൽ സത്യസന്ധമായ നിലപാടെടുക്കുന്നത് PV അൻവറാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ കുടിയേറ്റ മലയോര കർഷകർക്കും സാധാരണ മനുഷ്യന്മാർക്കും ഉണ്ട്. അതിപ്പോൾ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാജിവെക്കുമ്പോൾ എനിക്ക് പറയാമായിരുന്നു ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത്. പിണറായിക്കെതിരെ നിലമ്പൂരിൽ ഞാൻ മത്സരിച്ച് പിണറായി സത്തെ തകർക്കുമെന്ന് എനിക്ക് പറയാമായിരുന്നു. ഞാൻ നിരുപാധികം വിട്ടൊഴിഞ്ഞു പോന്നവനാണ്. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ടത് ഒരു മലയോര കുടിയേറ്റ കർഷകനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ്. അതാണല്ലോ ഈ വിഷമങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് ജോയി തഴയപ്പെട്ടു? ഒരു ഗോഡ്ഫാദറും ഇല്ലാതെ ജോയി തഴയപ്പെടുന്നതിനുണ്ടായ കാരണങ്ങൾ സാധാരണ ജനങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ജോയി പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. എനിക്ക് സത്യത്തിൽ അന്ന് അത് അറിയുമായിരുന്നില്ല. ഏത് വിഭാഗമാട്ടെ അദ്ദേഹം ഒരു കുടിയേറ്റ കർഷകൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ മലബാരത്ത് കുടിയേറ്റ കർഷകരും സാധാരണ കർഷകരും അനുഭവിക്കുന്ന വിഷമങ്ങൾ അവരിൽപ്പെട്ട ഒരാൾ പറയുമ്പോഴാണ് അത് ഉള്ളിൽ തട്ടി പറയുക. അത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പൊ നമുക്കറിയാം പെന്തക്കോസ് വിഭാഗം അവർ ഭയങ്കര വിശ്വാസികളാണ്. അവരുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാണ്. ക്രൈസ്തവ വിശ്വാസികളിൽ വോട്ടർമാരെ വിലയ്ക്ക് വാങ്ങാമെന്ന് മരുമോനും സംഘവും കരുതിയാൽ തടയുമെന്ന് അൻവർ പറഞ്ഞു. ചതിപ്രയോഗത്തിലൂടെ വോട്ട് കച്ചവടം നടത്താനാണ് ശ്രമം. തമിഴ്നാട് കർണാടക മാതൃകയിലേക്ക് കേരളത്തെ മാറ്റാനാണ് ശ്രമം. അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. പെന്തക്കോസ് സഭ ഉൾപ്പെടെയുള്ളവർ സാമ്പത്തിക പിന്നോക്കമായതിനാൽ വോട്ട് വിലയ്ക്ക് വാങ്ങാനാണ് ശ്രമിക്കുന്നത്. ഇത്തരക്കാരുടെ അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ തടയും. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരുമില്ലായിരുന്നു. ഒരു സെമിത്തേരിയിലേക്കുള്ള വഴി പ്രശ്നം 2016 താനാണ് പരിഹരിച്ചത്. ഒരു സ്ഥലത്ത് പ്രാർത്ഥനാ യോഗം തടസ്സപ്പെടുത്തിയും പരിഹരിച്ചു. വഴിക്കടവിൽ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് 25 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. വല്ലപ്പുഴയിൽ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും വേട്ടമൃഗത്തിന്റെ ഇറച്ചി കച്ചവടത്തിന് പിന്നിൽ ആരെന്ന് അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക്
സ്വന്തമാക്കാം.